അതുപോലെ മുടിയൊക്കെ ഡൈ ചെയ്യുമ്പോഴത്തേനും അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ വാസലിൻ കയ്യിലൊന്ന് തടകിയിട്ട് നമ്മൾ ഡൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും പറ്റാതെ തന്നെ നമുക്ക് ഡൈ ചെയ്തെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ പറ്റും, പോകാനൊക്കെ പാടായിരിക്കും. ഇതാകുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ ഒന്നും ആവാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ സിബ്, ഇപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്ന സിബ്ബാണെങ്കിലും അവർ പെട്ടെന്ന് ഇതേപോലെ വലിച്ചിടുകയും എടുക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇടയ്ക്ക് ഇതേപോലെ കുരുങ്ങാറുണ്ട്. അപ്പോൾ ഇതേപോലെ വാസലിൻ ഒന്ന് തേച്ച് കൊടുത്താൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. വാസലിൻ അടിഭാഗത്തും മുകൾ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സിബ് ഇടുന്നതിനും തുറക്കുന്നതിനും ഒന്നും ഒരു പ്രയാസവും കാണത്തില്ല. കണ്ടോ? അപ്പം ഈ രീതിയിൽ നമുക്ക് സിബ് പൊട്ടാതെ തന്നെ നമുക്ക് വലിച്ച് ഊരിയെടുക്കുകയൊക്കെ ചെയ്യുന്നതിന് പ്രയാസമില്ലാതെ തന്നെ തുറക്കാം. കണ്ടോ? അപ്പം ഇതേപോലെ നമുക്ക് ടൈറ്റായിട്ടുള്ള സിബിനകത്തൊക്കെ ഒന്ന് വാസലിൻ പുരട്ടി കൊടുത്താൽ മതി. അടിഭാഗം അതിനകത്ത് കുടുങ്ങാതെ നോക്കിക്കൊള്ളണം. അതല്ലെങ്കിൽ നമ്മുടെ സിബ് വീണ്ടും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ ചീർപ്പിലൊക്കെ വാസലിനൊന്ന് പുരട്ടിയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടിയിൽ എണ്ണ തേക്കാത്തവർ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിലും മുടിയൊന്നും പൊട്ടാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ ചീവാൻ പറ്റും. അതേപോലെ പേൻ ചീപ്പാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ പേനൊക്കെ ചീവി എടുക്കുമ്പോഴത്തേനും നമുക്ക് വേദനയില്ലാതെ തന്നെ മുടിയൊന്നും പൊട്ടാതെ നമുക്ക് വാസലിൻ തേക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പേൻ ചീവി എടുക്കാൻ പറ്റും.